യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണെന്ന ചിന്താഗതിയിൽ നിന്ന് യൂറോപ്പ് വളരണം. എസ് ജയശങ്കറിന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് തുടങ്ങാം 2023 വിശേഷങ്ങളിലേക്ക്. യുദ്ധവും യുദ്ധക്കെടുതികളും അധികാര കൈമാറ്റങ്ങൾ, വളർച്ചയുടെ പടവുകൾ കയറുന്ന ഇന്ത്യ, വീഴ്ചയുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന ചൈന, ഫ്രാൻസിനെ ഗെറ്റ് ഔട്ട് അടിച്ച് ആഫ്രിക്ക. സംഭവ ബഹുലമായിരുന്നു 2023. നയതന്ത്രപരമായി പക്വതയോടെ ലോകകാര്യങ്ങളിൽ ഇടപെട്ട ഇന്ത്യ ലോകരാജ്യങ്ങളുടെ കയ്യടികൾ നേടിയ വർഷം. നമുക്ക് വിശദമായി തന്നെ നോക്കാം 2023 ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ. ചാരവൃത്തി ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 മുൻ നാവിക സേനാംഗങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധിയായിരുന്നു അത്. ഇന്ത്യയുടെ നയതന്ത്ര വൈദഗ്ധ്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഖത്തർ അപ്പീൽ കോടതിയാണ് ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയത്. ഒക്ടോബർ 26 ചാരപ്രവർത്തനം ആരംഭിച്ച് മലയാളി ഉൾപ്പെടെയുള്ള 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചത്. ഖത്തറിലെ സായുധ സേനയ്ക്ക് പരിശീലനം നൽകുന്ന സ്വകാര്യ സ്ഥാപനമായ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ പൗരന്മാരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. ഇന്ത്യ കാനഡ ബന്ധം എക്കാലത്തെയും മോശം അവസ്ഥയിൽ എത്തിച്ചേർന്ന വർഷം കൂടിയായിരുന്നു 2023. G20 ഉച്ചകോടി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ ജസ്റ്റിൻ ട്രൂഡോ കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഖലിസ്ഥാൻ ഭീകരൻ നിജ്ജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യ എന്ന് ആരോപിച്ചു. ആരോപണം അപ്പോൾ തന്നെ നിഷേധിച്ച ഇന്ത്യ തെളിവുകൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. മുതിർന്ന നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പുറത്താക്കുന്നതുവരെ കാര്യങ്ങളെത്തി. പക്ഷേ മാസം ഇത്രയായിട്ടും തെളിവുകൾ ഹാജരാക്കാൻ കാനഡയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രശ്നത്തിൽ ഇടപെടാൻ ആദ്യമൊന്ന് ശങ്കിച്ചു നിന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പിന്നീട് ഇടപെട്ടു. അത് പക്ഷേ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയായിരുന്നു. പെട്ടെന്ന് കെട്ടടങ്ങി. ഖലിസ്ഥാൻ വിഘടനവാദി ഗുർപത്വന്ത് സിംഗ് പന്നൂനിനെ അമേരിക്കയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്നും അതിനു പിന്നിൽ ഇന്ത്യയുടെ കൈകളാണെന്നും UK ആസ്ഥാനമായുള്ള ദിനപത്രം ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വിഷയം അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞു. പന്നൂൻ CIA ഏജന്റാണെന്ന് അമേരിക്കൻ NSA ജെയ്ക്ക് സള്ളിവനോട് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുറന്നടിച്ചതും വാർത്തയായി. ഇസ്രായേൽ ഹമാസ് യുദ്ധം. ഒക്ടോബർ 7 ഇസ്രായേലിനെ നടുക്കിയ ഹമാസിന്റെ ആക്രമണം. ലോകത്തെവിടെയെങ്കിലും ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന രാജ്യമാണ് ഇസ്രായേൽ. ചരിത്ര പുസ്തകത്തിലെ ഏതധ്യായം മുതൽ വായിച്ചു തുടങ്ങുന്നു എന്നതിനനുസരിച്ച് മാത്രമേ ഈ കഥയിലെ വില്ലനെ നമുക്ക് നിർണ്ണയിക്കാനാവൂ. ജന്മനാടിനു വേണ്ടിയുള്ള 2 ജനതയുടെ പോരാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഹമാസിന്റെ ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ എന്തായിരുന്നു? തീർച്ചയായും ആഭ്യന്തര ഭൗമരാഷ്ട്രീയ കിടമത്സരങ്ങളുടെ ഇരകളായിരുന്നു ഈ ജനതയെന്ന് പറയാതെ വയ്യ. ദീർഘകാലമായി പലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന അറബ് രാജ്യങ്ങൾ അമേരിക്കയോടും ഇസ്രായേലിനോടും സൗഹൃദം സ്ഥാപിച്ചതു മുതൽക്ക് ആരംഭിക്കുന്നു പ്രശ്നങ്ങളുടെ പുതിയ തുടക്കം. പലസ്തീനിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ UN-ൽ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്ത ഇന്ത്യൻ നിലപാടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മിഡിൽ ഈസ്റ്റേൺ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഇസ്രായേൽ അമേരിക്കൻ സാന്നിധ്യം ഇറാൻ ഉൾപ്പെടെയുള്ള ചില മുസ്ലിം രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇസ്രായേൽ സൗദി ഉടമ്പടി അട്ടിമറിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാവാം പെട്ടെന്നുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നും അഭ്യൂഹങ്ങളുണ്ട്. ലോകത്തിന്റെ വ്യാപാര പാതയുടെ ഗതി പുനർനിർണയിക്കുമെന്ന് കരുതപ്പെടുന്ന ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം ചൈനയെയും ഇറാനെയും പ്രകോപിപ്പിച്ചെന്നും അവരാണ് ഹമാസിനെ ഇളക്കിവിട്ടതെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തോടെ ഇടനാഴി ജലരേഖയാവുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യയും സഖ്യരാഷ്ട്രങ്ങളും. 2022 ഫെബ്രുവരിയിൽ അയൽ രാജ്യമായ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശവും തുടർന്നുണ്ടായ സംഘർഷവും തുടരുന്നു. ഇടയ്ക്ക് അടിതെറ്റിപ്പോയെന്ന് തോന്നിച്ചെങ്കിലും നിർണായക ഘട്ടത്തിൽ ബാക്മൂത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് റഷ്യ മുന്നോട്ട് വന്നു. യുദ്ധത്തിൽ സന്ധിയാകാം എന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. യുക്രൈന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അലംഭാവം കാണിച്ചു. അവർ പിടിവിട്ടാൽ പിന്നെ യുക്രൈന് രക്ഷയുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ യുദ്ധം എത്രയും പെട്ടെന്ന് പര്യവസാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വാഗ്നർ ആർമി തലവനും പുടിൻ ഷെഫ് എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന പ്രിഗോഷിന്റെ മരണവും അതിനു പിന്നിലെ ദുരൂഹതയും ഈ വർഷം ലോകം ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാർത്തകളിൽ പെടും. ഓഗസ്റ്റ് 23 മോസ്കോയിൽ നിന്ന് സെയിന്റ് പീറ്റേഴ്സ്ബർഗിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രിഗോഷിൻ സഞ്ചരിച്ച വിമാനം തകരുന്നത്. 2 മുൻനിര വാഗ്നർ കമാൻഡർമാരും പ്രിഗോഷിന്റെ 4 അംഗരക്ഷകരുമടക്കം 9 പേർ അന്നത്തെ അപകടത്തിൽ കൊല്ലപ്പെട്ടു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രിഗോഷിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സൈന്യമായിരുന്നു. പക്ഷേ ഇടയ്ക്കെവിടെയോ പുടിനുമായി തെറ്റിയ പ്രിഗോഷിൻ വാഗ്നർ സൈന്യത്തെ മുൻനിർത്തി റഷ്യൻ ഭരണകൂടത്തിനെതിരെ സായുധാക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ലോകത്തെ ഞെട്ടിച്ചു. അത് കഴിഞ്ഞ് 2 മാസങ്ങൾക്കപ്പുറമാണ് പ്രിഗോഷിൻ കൊല്ലപ്പെടുന്നത്. ആരാണ് പ്രിഗോഷിന്റെ മരണത്തിന് പിന്നിലെന്ന് ഇപ്പോഴും അവ്യക്തം.
കോവിഡിനെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ യുദ്ധം മൂലം നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കാനും നമുക്ക് സാധിക്കും. G20 വേദിയിലെ ഇന്ത്യയുടെ ഈ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ലോകം ഒരു കുടുംബമാണ് എന്ന്. 200 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾ, 300 ഉഭയകക്ഷി യോഗങ്ങൾ, 15 കരടുകൾ. 2023 G20 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി ഇന്ത്യക്കായിരുന്നു. ഉച്ചകോടിയിൽ ഇന്ത്യ തയ്യാറാക്കിയ കരട് മുഴുവൻ അംഗങ്ങളുടെ അംഗീകാരത്തോടുകൂടി പാസാക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര വിജയം ഏവരെയും ആശ്ചര്യപ്പെടുത്തി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിലെ രാജ്യങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടന്നായിരുന്നു എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ കരട് നയങ്ങൾ അംഗീകരിച്ചത്. ഇന്ത്യയുടെ അധ്യക്ഷ പദത്തിന് തുടക്കം മുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഇന്ത്യയുടെ സംഘടനാ മികവിലും നേതൃപാടവത്തിലും എല്ലാം പരിഹരിക്കപ്പെടുകയായിരുന്നു. G20 ഉച്ചകോടിയിൽ വെച്ച് ആഫ്രിക്കൻ യൂണിയന് സ്ഥിരാംഗത്വം നൽകിയതിലൂടെ മറ്റൊരു ചരിത്ര സംഭവത്തിനു കൂടി G20 സാക്ഷ്യം വഹിച്ചു. G20 സമ്മിറ്റിനിടെ ഇന്ത്യ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ഇന്ത്യൻ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ചൈനയുടെ ബെൽറ്റ് റോഡിനൊരു ബദലാശയം. മാലിക്കും ബുർക്കിനോ ഫാസയ്ക്കും ശേഷം നൈജറിലും അട്ടിമറിയിലൂടെ മിലിറ്ററി അധികാരം പിടിച്ചെടുക്കുന്നു. അട്ടിമറിക്ക് പിന്തുണ നൽകി തെരുവിലിറങ്ങിയ ജനം ഫ്രഞ്ച് പതാകകൾ അഗ്നിക്കിരയാക്കി. ഒപ്പം പുടിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളും. ആഫ്രിക്കൻ ജനത മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാലാകാലങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യൂറോപ്പിന്റെ ചൂഷണത്തിനും ധാതു സമ്പത്തിന്റെ പകൽ കൊള്ളയ്ക്കും വിധേയരായി ഇനിയും നിന്നു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പറയുന്നത്. പാവ സർക്കാരുകളെ അധികാരത്തിലെത്തി ആ നാടിന്റെ ധാതു സമ്പത്തിനെ കൊള്ളയടിച്ചുകൊണ്ട് ആഫ്രിക്കയെ പട്ടിണിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന നിയോ കൊളോണിയലിസത്തിനാണ് ആഫ്രിക്കൻ ജനത ചുവപ്പ് കാർഡ് കാട്ടിയിരിക്കുന്നത്. രാഷ്ട്രീയ അസ്ഥിരതയെ മുതലെടുത്തുകൊണ്ട് ആഫ്രിക്കയിലെ ധാതു സമ്പത്തുകളിൽ നിന്നും ഭീമൻ ലാഭമുണ്ടാക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ്. കിഴക്കൻ ആഫ്രിക്കയുടെ രാഷ്ട്രീയത്തിനകത്ത് ഫ്രാൻസിന് പിന്തുണയായി നിൽക്കുന്ന നാറ്റോയും അമേരിക്കയും സാമ്രാജ്യത്വത്തിന്റെ പുത്തൻ കൂട്ടുകെട്ടാണ്. ഇതേ ഫ്രാൻസിനെതിരായിട്ടുള്ള കലാപക്കൊടിയാണ് പശ്ചിമ ആഫ്രിക്ക ഉയർത്തുന്നത്. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ തിരിച്ചുവരവാണ് അയൽ രാജ്യത്തു നിന്നും പുറത്തു വന്ന മറ്റൊരു വാർത്ത. അടുത്ത വർഷം ആദ്യം പൊതു തിരഞ്ഞെടുപ്പ് നടത്താനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്. അമേരിക്കയൊന്ന് തുമ്മിയാൽ ലോകം മുഴുവൻ ജലദോഷം പിടിക്കും എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ചൈനക്ക് അസുഖം വരുമ്പോൾ എന്ത് സംഭവിക്കും? 2023 അതും കണ്ടു. ചൈനയിൽ നിന്നുള്ള വാർത്തകൾ വിപണികളെ ഞെട്ടിക്കുന്നതായിരുന്നു. ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, തൊഴിലില്ലായ്മയും താറുമാറായ റിയൽ എസ്റ്റേറ്റ് വിപണിയും ലോകത്തെയും തളർത്തി, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ. ചൈനയിൽ നിന്ന് ലോകോത്തര കമ്പനികൾ ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതും നമ്മൾ കണ്ടു. അതെ, ലോകവും മാറി ചിന്തിക്കുകയാണ്. ഇതേ സമയത്താണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ വളർച്ച. നിലവിൽ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. 3ാം സ്ഥാനത്തേക്ക് എത്താൻ അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.